നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക, നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല. നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് ജലസേചന വകുപ്പിൻ്റെ കാര്യാലയ സമുച്ചയത്തിലേക്കാണ്. നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ, അതായത് ഗവൺമെൻറ് അതോറിറ്റിയുടെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമ്മളുടെ MVD നിയമങ്ങൾ, മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80% കൂടുതൽ വാഹനങ്ങൾ, ഗവൺമെൻറ് അതോറിറ്റി വാഹനങ്ങൾ പ്രോപ്പറായിട്ട് MVD നിയമങ്ങൾ അനുസരിച്ചിട്ടല്ല പോകുന്നത്. കാരണം ഈ പറയുന്ന ബാഡ്ജ് തന്നെ കാണുമ്പോൾ, അതായത് ജലസേചന വകുപ്പ് കാര്യങ്ങൾ അങ്ങനെ കാണുമ്പോൾ അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നോക്കുമ്പോൾ 2014 തന്നെ ടാക്സ് എക്സ്പയർഡായി. ഇപ്പോഴും ടാക്സ് അടയ്ക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജലസേചന വകുപ്പിൻ്റെ വാഹനമാണ് കേട്ടോ. ജലസേചന വകുപ്പിൻ്റെ വാഹനമാണ്. അപ്പോൾ അത് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക്